മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു നിരന്തരമായി ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സഹോദരനെ കാണാറുണ്ടായിരുന്നു. ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സഹോദരനെ കാണും, അയാളുമായി സംസാരിക്കും, എപ്പോഴും സംസാരിക്കും, ഹദീസുകൾ പറഞ്ഞു കൊടുക്കും, സംശയങ്ങൾ ചോദിക്കും. അങ്ങനെയുള്ള ഒരാളെ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അയാളെ കാണാനില്ല. നാട്ടുകാരോട് ചോദിച്ചു, എവിടെ ഇന്നാലിന്ന് ആ വ്യക്തി എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞത്, ആ വ്യക്തി 10,000 രൂപ കടം കാരണം ജയിലിലാണ്. കടം കയറി കൊടുക്കാൻ കഴിയുന്നില്ല, എന്ന് ജയിലിലാണ്. സുബ്ഹാനല്ലാഹ്, 10,000 രൂപ കടം കാരണം ജയിലിലാണെന്നോ? ആർക്കാണ് അയാൾ കൊടുക്കാനുള്ളത്? ആ കൊടുക്കാനുള്ളവരുടെ പേര് പറഞ്ഞു. നേരെ പോയി അയാളുടെ അടുത്തേക്ക്, നിങ്ങൾക്ക് ഇന്നാലിന്ന ആൾ ഇത്ര ദിർഹം തരാനുണ്ടോ? ഉണ്ട്, 10,000 ദിർഹം. എന്നാൽ ഇതാ പിടിച്ചോളൂ, അയാളെ മോചിപ്പിക്കണം. പക്ഷേ ഞാനാണ് ആ കടം തന്നത് എന്ന് അയാളോടോ ഒരാളോടും പറയാൻ പാടില്ല. ഈ 10,000 ദിർഹം തന്നത് ഞാനാണ് എന്ന് ഒരാളോടും പറയാൻ പാടില്ല. നമ്മളെങ്ങാനും അങ്ങനെ ചെയ്താൽ എത്ര ഫോട്ടോകൾ വരും, എത്ര ന്യൂസുകൾ വരും, എത്ര ന്യൂസുകൾ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് പിശാച് മനസ്സിലിട്ട് തരാൻ. ഒരു പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ആരും അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ കൊടുക്കുമ്പോൾ ഇഖ്ലാസോടെയാണ് കൊടുക്കുന്നത്. പിന്നെ പിശാചിന് ജീവിതത്തിൽ ഏറ്റവും പേടിയുള്ള അമൽ, ഏറ്റവും വെറുപ്പുള്ള അമൽ, ഏറ്റവും പ്രയാസമായി തോന്നുന്ന അമലാണ് നീയും നിന്റെ റബ്ബും മാത്രം അറിയുന്ന അമൽ. അത് വലിയ പേടിയാണ് പിശാചിന്. അതിനേക്കാളും വലിയ പേടി വേറെ പിശാചിനില്ലേ ഇല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, പിശാച് എങ്ങനെയെങ്കിലും ഈ രഹസ്യമായ അമലിനെ പരസ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും, എങ്ങനെയെങ്കിലും ശ്രമിക്കും. അങ്ങനെയാണ് നമ്മുടെ ചങ്ങാതിമാരിങ്ങനെ സംസാരിക്കുമ്പോൾ പറയും, എടോ ഞാനേ മദ്രസയിലേക്ക് ഒരു 50,000 കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞു. അതേപോലെ അവരോട് പറയും, ഞാൻ ദിവസവും 2 ജ്യൂസും 3 ജ്യൂസൊക്കെ ഓതാറുണ്ട്, ഞാൻ തഹജ്ജുദൊക്കെ നിസ്കരിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ ആ അമലുകൾ ചെയ്തത് രഹസ്യമായിട്ട് ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ്. പക്ഷെ പിശാചിനത് ഇഷ്ടമല്ല. പിശാച് എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കും. അത് നമ്മൾ പറയും. നിങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കാൻ, സത്യസന്ധമായിട്ടൊന്ന് ചിന്തിക്ക്. ഞാനും എൻ്റെ റബ്ബും മാത്രം അറിയുന്ന എത്ര അമലുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഭാര്യ അറിയാത്ത, മക്കൾ അറിയാത്ത, ചങ്ങാതിമാരറിയാത്ത എത്ര അമൽ നമ്മുടെ കയ്യിലുണ്ട്. ഉണ്ടോ? ഒന്നെങ്കിലും ഉണ്ടോ? ആലോചിക്കേണ്ട വിഷയമാണ്. ഒന്നെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും നിർബന്ധമായും ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം ഒരുപാട് അമലുകൾ ഒരുമിച്ച് കൂട്ടണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു 10,000 ദിർഹം കൊടുത്തു. 10,000 ദിർഹം. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നതാണെന്ന് ഒരാളോടും പറഞ്ഞേക്കരുത്. അയാളോട് വരെ പറയാൻ പാടില്ല. തിരിച്ച് നേരെ നാട്ടിലേക്ക് വന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളുടെ ക്യാഷ് കിട്ടിയതിനു ശേഷം അയാൾ മോചിതനായി നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് നാട്ടുകാർ പറഞ്ഞത്, നിന്നെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ചോദിച്ചിരുന്നു എന്ന്. ആണോ? എവിടെ പോയി? ഇന്ന വഴിയിലൂടെ പോയിട്ടുണ്ട്. പിന്നാലെ പോയപ്പോ മഹാനായ അബ്ദുല്ലാഹി തങ്ങൾ കിട്ടി. നിങ്ങൾ എന്നെ ചോദിച്ചിരുന്നു. കാണാഞ്ഞിട്ട് ചോദിച്ചതാണ്. എവിടെയായിരുന്നു? എനിക്ക് കടം കയറി 10,000 രൂപയുടെ കടമുണ്ടായിരുന്നു. അത് കാരണത്താൽ ഞാൻ ജയിലിലായി. അതങ്ങനെ ഇപ്പൊ എത്തി. എന്നെ അയാൾ മോചിപ്പിച്ചു. ആരോ ഒരാൾ 10,000 ദിർഹം കൊടുത്ത് എന്നെ മോചിപ്പിച്ചതാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു തന്ന നിഅമത്തായെന്ന് അള്ളാഹുവിനെ സ്തുതിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ തന്നതാണെന്ന് പറഞ്ഞില്ല. അള്ളാഹു തന്ന നിഅമത്താണിത്, അതിന്റെ പേരിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്തോ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്ന അമൽ സംഘടനയുടെ പേരിൽ ചെയ്യുന്ന അമലല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ചെയ്യുന്ന അമലല്ല. ഒരുപക്ഷെ സംഘടനയുടെ പേരിൽ അമലുകൾ ചെയ്യുമ്പോൾ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾക്ക് അത് പബ്ലിഷ് ചെയ്യേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ ചെയ്യുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾക്ക് പബ്ലിഷ് ചെയ്യേണ്ടി വരും. അത് വ്യക്തിപരമായി ബാധിക്കില്ല, കാരണം അത് പാർട്ടിയുടെ വളർച്ചയാണ്. അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്ന അമലുകൾ അതൊരിക്കലും മറ്റൊരാൾ കാണണമെന്ന് ആഗ്രഹിച്ചു പോവരുത്. മഹാനായ സിദ്ദീഖ് തങ്ങൾ രാത്രിയായാൽ എല്ലാ ദിവസവും ഒരു വീട്ടിലേക്ക് പോവാറുണ്ട്. ആ വീട്ടിലേക്ക് രാത്രി ആരാരുമില്ലാതെ ഇരുളിന്റെ മറവിൽ സിദ്ദീഖ് തങ്ങൾ പോകുന്നത് മഹാനായ ഉമർ തങ്ങൾ സംശയക്കണ്ണോടെയാണ് കണ്ടത്. എന്തേ രാത്രിയാകുമ്പോ ഇങ്ങനെ ആണുങ്ങളില്ലാത്ത വീട്ടിലേക്ക് പോകുന്നത് എന്ന ചിന്തയാണ്. അങ്ങനെ ഉമർ തങ്ങൾ സിദ്ദീഖ് തങ്ങളെ കാത്തിരുന്നു. സിദ്ദീഖ് തങ്ങൾ പോയ ഉടനെ നേരെ ആ വീട്ടിലേക്ക് കയറി. നോക്കുമ്പോൾ വൃദ്ധയായ ഒരു മാതാവ്, സംസാരിക്കാൻ കഴിയാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത ആ രീതിയിലുള്ള ഒരുപാട് വിധവകളായ വയസ്സായ ഉമ്മമാരുടെ വീട്ടിലേക്കാണ് ഈ പോയിരുന്നത്. ഉമ്മയോട് ചോദിച്ചു, ഇവിടെ വന്നതാരാണ്? അറിയില്ല മോനെ, ഞാൻ പേര് ചോദിച്ചിട്ടില്ല. എന്തിനാ വരുന്നത്?
ഇവിടെ എല്ലാ ദിവസവും രാത്രി വന്നിട്ട് എന്റെ വീട് മുഴുവനും അടിച്ചു വാരാറുണ്ട്. എല്ലാ ദിവസവും രാത്രി വന്നിട്ട് എന്റെ പഴയ വസ്ത്രങ്ങൾ എന്നിൽ നിന്ന് മാറ്റി പുതിയ വസ്ത്രങ്ങൾ എന്നെ ധരിപ്പിക്കാറുണ്ട്. എന്റെ വസ്ത്രം അലക്കി തേക്കും, എന്റെ വീട് വൃത്തിയാക്കും, എനിക്ക് പാചകം ചെയ്തു തരും. എല്ലാവിധ എന്റെ ആടിന്റെ പാല് വരെ കറന്നു വെക്കും. ആരാണെന്നറിയില്ല. മഅദല്ലാഹ്, സിദ്ദീഖ് തങ്ങൾ ഇതിനാണോ വന്നിരുന്നത്? ഞാൻ സിദ്ദീഖ് തങ്ങളെ കുറിച്ച് തെറ്റിദ്ധരിച്ചല്ലോ എന്ന ചിന്തയുമായി മഹാനായ ഉമർ തങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി വരികയാണ്. ആരും അറിയാത്ത രഹസ്യമായ അമലാണത്. ആരറിയില്ല, അല്ലാഹുവും ആ പെണ്ണിന് പോലും ഇത് സിദ്ദീഖാണെന്നറിയില്ല. അതേപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയായപ്പോൾ ഉമർ തങ്ങളും ഇതുപോലെ ചെയ്യാൻ തുടങ്ങി. വിധവകളായ വൃദ്ധമാരായ ഉമ്മമാർ, ആണുങ്ങളില്ലാത്ത വീട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാരുടെ വീട്ടിലേക്ക് പോയി. അവിടെ കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, സംസാരിക്കാൻ കഴിയാത്തവർ, നടക്കാൻ കഴിയാത്തവർ, രോഗികളായ ആളുകൾ, അവരുടെ അടുത്തേക്ക് പോയി അവരുടെ വസ്ത്രം അലക്കി കൊടുത്തു, അവർക്ക് വസ്ത്രം മാറ്റിക്കൊടുത്തു, അവരുടെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കി, അവരുടെ പാല് കറന്നു കൊടുത്തു, അവരുടെ വീടടിച്ചു വാരി ഭക്ഷണം ഉണ്ടാക്കി. നിരന്തരമായി ഇങ്ങനെയുള്ള വീട്ടിലേക്ക് പോകുന്നത് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് സംശയം തോന്നി. ത്വൽഹ റളിയല്ലാഹു അൻഹു അത് അന്വേഷിച്ചപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, പാവങ്ങളായ ആളുകളെ സഹായിക്കാൻ വേണ്ടി ഉറക്കില്ലാതെ മഹാനായ ഉമർ തങ്ങൾ പോയതാണെന്ന്. ഉമർ തങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ തെറ്റിദ്ധരിച്ചല്ലോ. ഉമ്മ ഇത് ആരാണെന്നറിയുമോ എന്ന് ചോദിക്കുമ്പോ ഉമ്മയ്ക്കും പേരറിയില്ല. നമ്മളൊരാളെ സഹായിക്കുമ്പോൾ ആദ്യം പറയുന്നത് എന്നാലിന്ന് ആചാര്യയുടെ മോനാണ്, എന്നാലിന്ന് കുടുംബത്തിലാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സംഭാവന ചെയ്യുന്നത്, നമ്മൾ സഹായിക്കുന്നത്, കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, പേഴ്സണലായി, വ്യക്തിപരമായി ആഖിറത്തിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു നിലക്കും നമ്മൾ കൊടുക്കുന്ന സ്വതക്കകൾ പരസ്യമാക്കുകയേ ചെയ്യരുത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇമാം മാവർദി തങ്ങൾ അദ്ദേഹം ഒരുപാട് എഴുതി വെച്ചിരുന്നു, ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിരുന്നു. പക്ഷേ ആ ഗ്രന്ഥങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ഗ്രന്ഥങ്ങളൊന്നും അദ്ദേഹം മഹാനവറുകൾ തസ്നീഫ് ചെയ്യാൻ, രചിച്ച് പുറത്തു കൊണ്ടുവരാൻ, പബ്ലിഷ് ചെയ്യാൻ താല്പര്യം കാണിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന് മറലമൗത്ത് വന്നപ്പോ, രോഗത്തോടടുത്തപ്പോൾ, രോഗത്തോട് മല്ലിടുമ്പോഴാണ് തനിക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അടുത്ത സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞത്, മോനെ ഞാൻ മരിക്കാൻ പോവുകയാണ്, അങ്ങനെ ഞാൻ മരണത്തോട് മല്ലിട്ട് മരിക്കുമെന്ന് ഉറപ്പായാൽ നീ എന്റെ ഹൃദയത്തിലേക്ക് കൈവെക്കണം, എന്റെ ശരീരത്തിലേക്ക് കൈവെക്കണം. ഞാൻ നിന്റെ കൈ മുറുകെ പിടിച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങളൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ്. എന്റെ ഗ്രന്ഥം അവിടെയാണുള്ളത്. എന്നാൽ എന്ന സ്ഥലത്തുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളും ഞാൻ എഴുതിയതാണ്. അത് ഇതുവരെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. നിന്റെ കൈ ഞാൻ മുറുകെ പിടിച്ചാൽ അള്ളാഹു അത് സ്വീകരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഞാൻ എഴുതിയ ഗ്രന്ഥങ്ങൾ മുഴുവനും ദിജ്ലയുടെ ടൈഗ്രീസിന്റെ നദിയിൽ നീ കൊണ്ടുപോയി കളയണം. അല്ല, ഞാൻ നിന്റെ കൈ മുറുകെ പിടിക്കാതെ എന്റെ കൈ നീട്ടിയിട്ടാണ് ഞാൻ എന്റെ മരണസമയത്തിരിക്കുന്നതെങ്കിൽ അള്ളാഹു എന്റെ ഗ്രന്ഥങ്ങൾ സ്വീകരിച്ചു എന്നാണ് അർത്ഥം. എന്നാൽ മാത്രമേ എന്റെ ഗ്രന്ഥങ്ങളെ നീ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ എന്ന് മഹാനായ ഇമാം മാവർദി തങ്ങൾ പറഞ്ഞത് എന്തിനാണ്? താൻ ചെയ്യുന്ന അമൽ തന്റെ മരണശേഷം മാത്രം പ്രശസ്തമായാൽ മതി, മരണശേഷം മാത്രം പുറത്തെത്തിയാൽ മതി. അല്ലെങ്കിൽ ഈഗോയുടെ ചെറിയൊരംശം ഉണ്ടാകുമോ എന്ന് പേടി. ഇത് കണ്ടിട്ട് ആരെങ്കിലും എന്നെ കുറിച്ച് വലിയത് ചിന്തിക്കും. അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്റെ കിതാബുകൾ കാണുമ്പോ, ഇപ്പൊ നമ്മുടെയൊക്കെ ഫ്ലക്സ് ഒക്കെ കാണുമ്പോ, പഠിച്ചോൻ ഇത് ഞാൻ തന്നെയാണോ എങ്ങനൊരു അഹങ്കാരം, ഒരു റിയാ വരുമോ എന്നൊരു പേടി. അതുകൊണ്ടാണ് എന്റെ മരണശേഷം പബ്ലിഷ് ചെയ്താൽ മതി എന്ന് മഹാനായ മാവർദി തങ്ങൾ പറഞ്ഞത്. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആരും അറിയാത്ത രഹസ്യമായ ഒരുപാട് അമലുകൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടണമെന്ന്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്വാലിഹായ വളരെ രഹസ്യമായ ഒരുപാട് അമലുകൾ നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഒരുമിച്ച് കൂട്ടണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ആരോടെന്നറിയോ? അല്ലാഹു ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരൻ ആരാണ്? റജുലുൻ സാറ അൻ വിത്വാഇഹി വലിഹാഫിഹി. രാത്രി ഉറങ്ങാൻ വേണ്ടി ബെഡിലേക്ക് വന്നു. മനോഹരമായ ബെഡാണ്, നല്ല മിനുസമുള്ള മാർദ്ധവമുള്ള മനോഹരമായ വിരിപ്പാണ്, ശീതീകരിച്ച മുറിയുണ്ട്, കൂടെ കിടന്നുറങ്ങാൻ സുന്ദരിയായ ഭാര്യയുണ്ട്. അങ്ങനെ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി ഭാര്യ അറിയാതെ എണീറ്റ് നിന്നുകൊണ്ട്
ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുന്ന ആളെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അങ്ങനെ ഭാര്യ പോലും അറിയാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളെ കാണുമ്പോൾ അല്ലാഹു മലക്കുകളെ വിളിക്കുമെന്നാണ്. യാ മലായികതി, എൻ്റെ മലക്കുകളെ, ഉൻദുറു ഇലാ അബ്ദി, എൻ്റെ അടിമയെ കാണുന്നില്ലേ? അവന്റെ വിരിപ്പിൽ നിന്ന്, അവന്റെ ബെഡിൽ നിന്ന് ഉണർന്നുകൊണ്ട് കുടുംബക്കാരിൽ നിന്ന്, ഭാര്യയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് കാണുന്നില്ലേ? എന്നോടുള്ള സ്നേഹം കൊണ്ടാണത്, എന്നോടുള്ള ബഹുമാനം കൊണ്ടാണത്, എന്നോടുള്ള റഗബത്ത് കൊണ്ടാണ്, താല്പര്യം കൊണ്ടാണ് എന്ന് അല്ലാഹു തആല ഈ വ്യക്തിയെ കാണിച്ചു കൊടുക്കുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള ആരും അറിയാത്ത തഹജ്ജുദ് നിസ്കാരങ്ങൾ ഒരുപാട് നമ്മൾ ഒരുമിച്ച് കൂട്ടേണ്ടതുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ പറയുന്നുണ്ട്, ഇജഅലൂ ലക്കും ഖബീഅതൻ മിനൽ അമലി സ്വാലിഹ്, സ്വാലിഹായ രഹസ്യമായ അമലുകൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടണം. ഏതുപോലെ? കമാ അന്ന ലക്കും ഖബീഅതുൻ മിനൽ അമലി സയ്യി, ചീത്ത തിന്മകൾ നിങ്ങൾ ചങ്ങാതിമാരും കുടുംബക്കാരും അറിയാത്ത രഹസ്യമായ ഒരുപാട് തെറ്റുകൾ നമ്മളിലില്ലയോ? ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ചെയ്ത എല്ലാ തെറ്റും എൻ്റെ ഭാര്യ അറിയോ? ഇല്ല. നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മുടെ ഭാര്യമാരറിയോ? അറിഞ്ഞ എന്നെ ഒഴിവാക്കി പോവായിരുന്നു. നമ്മുടെ മക്കളറിയോ? ഇല്ല. കൂട്ടുകാരറിയോ? ഇല്ല. നമ്മൾ എത്ര രഹസ്യമായിട്ട് ഒരു തെറ്റ് ചെയ്യാം. തെറ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോ സാഹചര്യങ്ങളിൽ നിന്ന് ആരും കാണാത്തൊരു മേഖലയിലേക്ക് മാറി, ആരും അറിയില്ല എന്നുറപ്പുണ്ടെങ്കിലേ നമ്മളിൽ പലരും പല തെറ്റുകളും ചെയ്യുന്നുള്ളൂ. എന്നാൽ അതിനേക്കാളും ശക്തമായ ഗൗരവത്തോടെ വേണം നന്മകൾ ചെയ്യാനെന്ന് മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ പറയാണ്. ഇജഅലൂ ലക്കും ഖബീഅതൻ മിനൽ അമലി സ്വാലിഹ്, സ്വാലിഹായ ഒരുപാട് രഹസ്യമായ അമലുകൾ വേണം. കമാ അന്ന ലക്കും ഖബീഅതുൻ മിനൽ അമലി സയ്യി, ചീത്ത ഒരുപാട് രഹസ്യമായ തെറ്റുകൾ നിങ്ങൾക്കുള്ളതുപോലെ നന്മകൾ ഒരുപാട് ചെയ്തു വെക്കണമെന്ന് മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങൾ. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പറയുന്നുണ്ട്, ഉക്തും ഹസനാതിക, നിന്റെ നന്മകൾ നീ മറച്ചുവെക്ക്. ഞാൻ പള്ളിക്ക് അവിടെ ഇത്ര കൊടുത്തു, ഞാൻ ഇവിടെ സ്ഥാപനത്തിന് ഇത്ര കൊടുത്തു എന്ന് നീ പറയണ്ട. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട് എന്ന് പറയണ്ട. നിന്നെ ആളുകൾ ഒരു തെറ്റുകാരനായിട്ട് തന്നെ ധരിച്ചോട്ടെ. എന്താ കുഴപ്പം? നീ ഒരു നരകക്കാരനാണെന്ന് ആളുകൾ ധരിച്ചോട്ടെ. നീ തീരെ നന്മ ചെയ്യുന്നില്ല എന്ന് ആളുകൾക്ക് മുമ്പിൽ നന്മ ചെയ്യുന്നവനെ പോലെ നീ നടക്കണ്ട. ആളുകൾ നിന്നെ എങ്ങനെ വേണമെങ്കിലും ധരിച്ചോട്ടെ. പക്ഷെ നീയും നിന്റെ റബ്ബിനും വേണ്ടി മാത്രം ആളുകളെ കാണിക്കാനല്ല, രഹസ്യമായ സമയത്ത് ഒരുപാട് അമലുകൾ നീ ചെയ്തു വെക്കണം. ഉക്തും ഹസനാതിക, നിന്റെ നന്മകൾ നീ മറച്ചു വെക്കണം. അശദ്ദ മിമ്മാ തക്തുമു സയ്യിആതിക, നിന്റെ തിന്മകളെ നീ എങ്ങനെയാണോ മറച്ചു വെക്കുന്നത്, നിന്റെ രഹസ്യമായ തെറ്റുകളെ, ചീത്ത സ്വഭാവത്തെ, ചീത്ത പ്രവർത്തനങ്ങളെ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ് നീ മറച്ചു വെക്കുന്നത്, അതേപോലെ നിന്റെ നന്മയെ നീ മറച്ചു വെക്കണമെന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്.